إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന ഉറപ്പുകാരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത എപ്പോഴും എന്നും നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും സദാ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാടുകളിൽ എരിപൊരി കൊള്ളുന്ന ചൂടിലായിരുന്നു ഇത്രയും കാലം. എ സി ഇട്ടാലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഒന്ന് വാഹനത്തിൽ കയറുമ്പോൾ, ഒന്ന് ബൈക്ക് ഓടിക്കുമ്പോൾ, ഒന്ന് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥതയുടെ, ഒരു എരിപൊരി കൊള്ളുന്ന ചൂടിൻ്റെ ചില ഫീലിങ്ങുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലും അല്പസ്വല്പം ഇടിയോടുകൂടി മിന്നലോടുകൂടിയുള്ള മഴ ലഭിച്ചു. അൽഹംദുലില്ലാഹ്. ഒരു നല്ലൊരു ആശ്വാസം തന്നെയുണ്ട്, ഒരു ശാന്തത, ഒരുതരം തണുപ്പ് എല്ലായിടത്തും എങ്ങും ഫീൽ ചെയ്തു. മഴ ലഭിക്കാത്ത പ്രദേശങ്ങളിൽ പോലും മഴ ലഭിച്ച പ്രദേശങ്ങളിൽ നിന്നുണ്ടാകുന്ന കാറ്റുകൾ അവർക്ക് ആശ്വാസത്തിന് വക നൽകി. എന്താണിതൊക്കെ? മനുഷ്യൻ എത്ര ശ്രമിച്ചാലും ഈ മഹത്തായ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം വരുത്താൻ അവനത് സാധിക്കുന്നില്ല. അവൻ മറ്റൊരു ശക്തിയെ ആശ്രയിക്കുകയാണ്. ആ ശക്തിയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ചെറിയ അനുഗ്രഹം, അതിനെ ഏത് തരത്തിലും അവനെ നന്ദി കാണിച്ചാൽ മതിവരാത്ത രീതിയിലുള്ള അനുഗ്രഹമായി അത് മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തമായി, അവനിൽ നിന്നുള്ള അനുഗ്രഹമായി മഴയെ, വെള്ളത്തെ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അവൻ ഇങ്ങനെ എടുത്തു തിരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഏതിനു വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞെടുത്ത്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതേ, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം, നിങ്ങൾ അവന്റെ സൂക്ഷ്മത കാണിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ കൊണ്ടുവരുന്നുണ്ട്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സബ്റാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവനാണ് ഭൂമിയെ നിങ്ങൾക്കൊരു മെത്തയാക്കിയത്, ആകാശത്തൊരു ബിൽഡിംഗ് ആക്കിയത്, ഒരു ഗോപുരമാക്കിയത്. വഅൻസല മിനസ് സമാഇ മാഅൻ,
അവനാണ് ആകാശത്തിൽ നിങ്ങൾക്ക് വെള്ളത്തെ ചൊരിഞ്ഞു തന്നത്, വെള്ളത്തെ ഇറക്കി തന്നത്. നിങ്ങൾക്കുള്ള ഭക്ഷിക്കാനുള്ള കായ്ക്കനികൾ അവനാണ് നിങ്ങൾക്ക് അത് മുഖേന ഇറക്കി തന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന്റെ സമന്മാരെ സൃഷ്ടിക്കരുത്, അല്ലാഹുവിന്റെ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. അപ്പൊ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ സമന്മാരെ ഉണ്ടാക്കരുത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്നാണ്. അതുപോലെയുള്ള വിശുദ്ധമായ ഒരുപാട് വാക്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സികാലൻ സുഖനാഹു ലിബലദിൻ മയ്യിത് ഫഅൻസൽനാ ബിഹിൽ മാ فأخرجنا به من كل الثمرات كذلك نخرج الموتى لعلكم تذكرون. അവൻ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, അവനത്രേ തന്റെ അനുഗ്രഹത്തിന്റെ മുമ്പായി സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയച്ചവൻ. ഏതുവരെ അവൻ അത് വഹിച്ചു കഴിഞ്ഞാൽ, കാറ്റുകൾ വഹിച്ചു കഴിഞ്ഞാൽ സഹാബൻ സിക്കാലൻ, ഒരു ഭാരിച്ച കാർമേഘങ്ങൾ, സുഖനാഉലി ബലദിൻ മയ്യിത്ത്, അത് നിർജീവമായ സ്ഥലത്തേക്ക് ഇങ്ങനെ നീങ്ങി പോവുകയാണ്. അത് മുഖേന അവൻ വെള്ളത്തെ ചൊരിഞ്ഞു തരികയാണ്, വെള്ളത്തെ ചൊരിഞ്ഞു തരികയാണ്, മഴയെ ചൊരിഞ്ഞു തരികയാണ്. അത് മൂലം എല്ലാതരം കായ്ക്കനികളും പുറപ്പെടുവിക്കുന്നു, സസ്യങ്ങളെ മുളപ്പിക്കുന്നു, ജനങ്ങൾക്ക് ആശ്വാസം വാങ്ങുന്നു. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കദാലിക നുഖ്രിജുൽ മൗതാ ലഅല്ലകും തദക്കറൂൻ. അപ്രകാരമാണ് മരിച്ചവരെ നാം പുറപ്പെടുവിക്കുന്നത്, മരിച്ചവരെ നാം പുറത്തു കൊണ്ടുവരുന്നത്, ജനങ്ങൾക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. മഴയെ പറ്റി പറഞ്ഞിട്ട് പറയാം, കാർമേഘത്തെ അവനിങ്ങനെ സഞ്ചരിപ്പിക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ട് അവൻ മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. ആ മഴ പെയ്യിപ്പിച്ചതിന് ശേഷം ഭൂമിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്രകാരമാണ് മരിച്ചവരെ നാം പുറത്തു കൊണ്ടുവരുന്നത്. അവിടെ ഉദാഹരിച്ചത് എന്താണ്? വെള്ളത്തെ, മഴയെ. അതുപോലെയുള്ള ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറത്തുൽ ഹിജ്റിൽ പറഞ്ഞു, വാർസൽനാ റിയാഹ ലവാഖിഅ. കാറ്റാണ് പരാഗണം നടത്തുന്നത്, പരാഗങ്ങളായി കാറ്റ് പരാഗികളാണ്, അത് കാറ്റാണ് ചെയ്യുന്നത്. വഅൻസൽനാ മിനസ് സമാഇ മാഅ. അതെ, അവനാണ് ആകാശത്ത് നിന്ന് വെള്ളത്തെ ചൊരിഞ്ഞു തരുന്നത്, അങ്ങനെ ഇറക്കി തന്നവൻ അവനാണ്. ഫഅസ്കൈനാകുമൂഹു. അത് മൂലം നിങ്ങൾ കുടിക്കുകയും ചെയ്യുന്നു, കുടിക്കാൻ വേണ്ടി. വമാ അൻതും ലഹു ബിഖാസിനീൻ. നിങ്ങൾക്കത് സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല, മഴവെള്ളം നിങ്ങൾക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. ലോകത്തുള്ള മഴവെള്ളം മുഴുവനും മനുഷ്യന്മാർ ഒന്നടങ്കം ആലോചിച്ചു, ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ആലോചിച്ചു, ഒരു സംഭരണശാല, ഒരു സംഭരണി അതിനുവേണ്ടി ശേഖരിക്കാൻ വേണ്ടി അവർ കരുതിയാൽ അവർക്ക് സാധ്യമല്ല. അതാരാണ് സംഭരിച്ചു വെക്കുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ കഴിവാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നാമാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ, എല്ലാറ്റിന്റെയും അനന്തരാവകാശിയും നാം തന്നെയാണ്, നാം തന്നെയാണ്. നിങ്ങളിൽ നിന്ന് മുൻകടന്നു പോയ ഉപ്പാനെയും ഉപ്പാപ്പമാരെയും ഉമ്മാനെയും ഉമ്മാമ്മമാരെയും തലമുറകൾക്കപ്പുറമുള്ള എല്ലാവരെയും നമുക്കറിയാം. തീർച്ചയായും നിങ്ങളിൽ നിന്ന് പിന്നിട്ട് വരുന്നവരെയും നാം അറിഞ്ഞിരിക്കുന്നുണ്ട്, അറിയാം ആരാണ് വരാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, സകലരെയും ഒരുമിച്ച് കൂട്ടും. മുൻകടന്നു പോയ എത്ര പേരുണ്ട്, അവരെയും ഇനി വരാനുള്ളവരെയും എല്ലാറ്റിനെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടും. ഇന്നഹു ഹകീമുൻ അലീം. ഇത് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത് എന്താണ്? വെള്ളത്തിനെയാണ്, മഴയാണ്, മഴയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വരണ്ട നിർജീവമായ ഭൂമിയെ നീ കണ്ടില്ലേ? നീ കാണുന്നില്ലേ? നീ കണ്ടില്ലേ? അവിടത്തേക്ക് വെള്ളത്തെ ഇറക്കി. കൗതുകമുള്ള എല്ലാതരം ചെടികളും അത് മുളപ്പിക്കും, ഇളകുകയും വികസിക്കുകയും ചെയ്യും. ഇതുവരെ കാണാത്ത പുതിയ തരം ചെടികൾ മുളക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിൽ നിന്ന് കുറച്ചൊക്കെ പെയ്യിപ്പിച്ചാൽ മതി. വരണ്ട് കിടക്കുന്ന ഭൂമിയായിരിക്കും, തരിശായി കിടക്കുന്ന ഭൂമിയായിരിക്കും, അവിടേക്ക് മുളക്കുകയാണ്. നീ അത് കാണുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയവും സത്യമാണ്.
അവനാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നത്. എല്ലാറ്റിനെയും കഴിവുള്ളവൻ അവനാണ്. നീ കാണുന്നില്ലേ നിർജീവമായ ഭൂമി, നിർജീവമായ ഇനി എത്ര കാലം വെള്ളം നനച്ചാലും ഒരു ചെടി പോലും മുളക്കാത്ത സ്ഥലം. ആ സ്ഥലത്ത് ഒരു മഴ പെയ്താൽ മതി, പിന്നെ ഇങ്ങനെ ചെടികൾ മുളക്കുന്നതായി കാണുന്നില്ലേ? എങ്ങനെയാണ്? അതുപോലെ നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവ അവനാണ്. അവൻ സത്യമാണ്, അവൻ എല്ലാറ്റിനെയും കഴിവുള്ളവനാണ്. അത് പറഞ്ഞിട്ട് പറയാൻ, തീർച്ചയായും ഖിയാമത്ത് നാൾ ലോകത്തിലുള്ള അവസാനം അത് വരിക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ലാ റൈബ ഫീഹ, അതിലൊരു സംശയം വേണ്ട, ലോകാവസാനം വരിക തന്നെ ചെയ്യും. വഅന്നല്ലാഹു യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. നമുക്ക് മുമ്പ് മരിച്ചു പോയ, നമുക്ക് ശേഷം മരിക്കാനിരിക്കുന്ന, നമ്മളെ കൂട്ടത്തിൽ മരിക്കാനിരിക്കുന്ന, ഖബറിൽ പോകാൻ വേണ്ടി പോകുന്ന അതേ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കൊണ്ടുവന്നത് എന്താണ്? മഴയെ ഉദാഹരിച്ചുകൊണ്ട്, മഴയെ ഉദാഹരിച്ചുകൊണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരാണ് അനുഗ്രഹപൂർണമായ വെള്ളത്തെ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നത്. ഖുർആനിൽ എത്ര ആയത്ത് വെള്ളത്തെ പറ്റി പറയുന്നു, വെള്ളത്തെ പറ്റി പറയുന്നു. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം മുഖേന അത് മുളപ്പിക്കുന്നു, തോട്ടങ്ങളും കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും. അതെ, അത് മുഖാന്തരം ഉയരമുള്ള ഈത്തപ്പനകളും അടുക്കടുക്കളായ കുലകളും മറ്റൊക്കെ ഉണ്ടാക്കുന്ന അവന്റെ അടിമകൾക്കുള്ള ഉപജീവന മാർഗമായി. നിർജീവമായ നാടിനെ ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെയാണ് ഖബറിൽ നിന്ന് നാം പുറപ്പെടുവിക്കുന്നത്. വെള്ളത്തെ ഉദാഹരിച്ച് പറയാൻ, ഖബറിൽ നിന്ന് നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് നിർജീവമായ മണ്ണ്, നിർജീവമായ മണ്ണ്. ആ മണ്ണിൽ നിന്ന് എങ്ങനെയാണോ മുളപ്പിച്ചത്, അതുപോലെ ഖബറിലേക്ക് പോയി അവിടെ ഒരു അംശവും ബാക്കിയില്ല, എല്ലില്ല, ഒരു അവശിഷ്ടവും അവിടെ ബാക്കിയില്ല. ആ ഖബർ തോണ്ടി വേറെ ആളെ അടക്കം ചെയ്തിട്ടുണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പേ ഖബറടക്കിയ ആളായിരിക്കും. പക്ഷേ നിർജീവമായ മണ്ണിൽ നിന്ന് എങ്ങനെയാണോ സസ്യലതാദികളെ മുളപ്പിച്ചത്, ഒരു മഴമൂലം, അതുപോലെ ഒരു തരത്തിലും തെളിവില്ലാത്ത ഖബറിടങ്ങളിൽ നിന്ന് ആത്മാക്കളെ പുനരുജ്ജീവിപ്പിക്കുന്നു. അത് നമ്മളാണ്, നാമാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുപോലെ പറഞ്ഞു, വല്ലാഹു അല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു ഇലാ ബൽദിൻ മയ്യിത്തിൻ ഫഅഹ്യനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ. ഉദാഹരണം മഴയെ പറ്റിയാണ്. അത് മുഖേന അതിൽ നിർജീവായ അവസ്ഥയ്ക്ക് ശേഷം നാം ജീവൻ നൽകി. അങ്ങനെയാണ് നാം ഒരുമിച്ച് കൂട്ടുന്നത് എന്നുള്ള സുബ്ഹാനഹു വ തആല പറയുക. അങ്ങനെ പറഞ്ഞെടുത്ത് വെള്ളത്തെ പറ്റി പറഞ്ഞെടുത്ത് മഴയെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന ചില തത്വമുണ്ട്. വെള്ളത്തെ അവൻ ഇറക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള പറയുന്നുണ്ട്. ചിന്തിക്കുന്നവർക്ക് അതിലും ദൃഷ്ടാന്തങ്ങളുണ്ട്, ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. പക്ഷെ ചില ആൾക്കാർ എന്താക്കി, ജിന്നുകളെയും അവരിൽ നിന്നുള്ള സൃഷ്ടികളെയും അല്ലാഹുവിന്റെ പുറമേ പങ്കാളികളെ സ്ഥാപിച്ചു കളഞ്ഞു. ആരാണ് എന്നെ സൃഷ്ടിച്ചത്? അല്ലാഹു ആണ്. എന്നെ നിയന്ത്രിക്കുന്നവർ അത് അല്ലാഹു ആണ്. എന്റെ ഉടമസ്ഥൻ ആരാണ്? അല്ലാഹു ആണ്. ഈ സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരാണ് മഴ പൊഴിപ്പിക്കുന്നത്? അല്ലാഹു ആണ്. എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അവന്റെ പുറമേ പങ്കാളികളെ സ്ഥാപിക്കാൻ സാധിക്കുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്, ഒരു വിവരവുമില്ലാതെ അവന്റെ പുത്രന്മാരെയും പുത്രികളെയും അവർ ആരോപിച്ചിരിക്കുന്നു. അള്ളാഹുവിന് കുട്ടിയുണ്ടെന്ന് പറഞ്ഞു, അള്ളാഹു മൂന്നിൽ ഒന്നാണെന്ന് പറഞ്ഞു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അള്ളാഹു മക്കളെയുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഭാര്യമാരുള്ളവരാണ്, കുടുംബമുള്ളതാണ് എന്നൊക്കെയും അവർ ജൽപ്പിച്ചു കഴിഞ്ഞു. സുബ്ഹാനഹു വ തആല അമ്മാ യസിഫൂൻ, അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാണ്. മഴ പെയ്യിപ്പിക്കാൻ ലോകത്തൊരു ശക്തിയും ഇല്ല എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹു ഇത്തരം ആരോപണങ്ങൾ ആരോപിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു അൻസല മിനസ് സമാഇ മാ, ആകാശത്ത് നിന്ന് വെള്ളത്തെ ചൊരിഞ്ഞത് അവനാണ്. ഫാഹിയ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ സാലിക ലആയത്തൻ ലിഖൗമി യസ്മഊൻ. കേട്ട് മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായും അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഴയിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് പറയാം. വമിൻ ആയാതി
ഇന്നലൊക്കെ ഇടിയുണ്ടായപ്പോ മിന്നലുണ്ടായപ്പോ വീടുകളിൽ പേടിയുണ്ടായി, ബേജാറുണ്ടായി. ചിലരൊക്കെ സിക്റുകൾ ചൊല്ലി ഭയവും വാശിയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും അവനാണ്. അവനാണ് വെള്ളത്തെ ചൊരിഞ്ഞിരുന്നത്. ചിന്തിക്കുന്നവർക്ക് അതിലൊക്കെയും ദൃഷ്ടാന്തങ്ങളുണ്ട്, ചിന്തിക്കുന്നവർക്ക് അതിലൊക്കെയും ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്തുകൊണ്ട് മറ്റൊരായത്തിൽ പറഞ്ഞു, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് സത്യം, അവനാണ് യഥാർത്ഥമായവൻ. അല്ലാഹുവിന്റെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരൊക്കെയുണ്ടോ അതൊക്കെ നിരർത്ഥകന്മാരാണ്, നിരർത്ഥകരെയാണ്, ബാത്തിലാണ്, പാഴ്വേലയാണ്. അല്ലാഹുവിന്റെ പുറമെ ആരെയാണോ മനുഷ്യൻ വിളിച്ചു തേടുന്നത്, രാമനാവാം, കൃഷ്ണനാവാം, യേശുക്രിസ്തുവാം, കന്യാമറിയാമാകാം, നാഗൂർ, അജ്മീർ, ഏർവടി, മുത്തപ്പെട്ട ഔലിയാക്കന്മാരാവാം, മംഗലാപുരം ഷെയ്ഖാവാം, ബദരീങ്ങളാവാം, ഉഹദീങ്ങളാവാം, അതുപോലെ തന്നെ ജീവനുള്ളതും ഇല്ലാത്തതുമാവാം. അല്ലാഹുവിന്റെ പുറമെ ആര് സൃഷ്ടികളിൽ ആരെയാണോ വിളിച്ചു തേടുന്നത്, കാരണം അവർക്കൊന്നും ഇതിലൊരു പങ്കുമില്ല. മഴ പെയ്യിപ്പിക്കുന്നതിലോ ഇടിയുണ്ടാക്കുന്നതിലോ മിന്നുണ്ടാക്കുന്നതിലോ അവർക്ക് ഒരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പുറമെ ആരെയാണോ മനുഷ്യൻ വിളിച്ചു തേടുന്നത് അത് കിംബാത്തിലാണ്, നിരർത്ഥകന്മാരാണ്. അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, അവനാണ് ഏറ്റവും മഹത്വമേറിയമുള്ളവൻ എന്ന് പറയുകയാണ്. എല്ലോ നീ കാണുന്നില്ലേ, താങ്കൾ കാണുന്നില്ലേ, ആകാശത്ത് ഇറക്കുന്നതിനെ കാണുന്നില്ലേ? അതുകൊണ്ടാണ് ഭൂമി പച്ച പിടിച്ചതായി തീർന്നത്, നീ കാണുന്നില്ലേ? അല്ലാഹു ലത്തീഫാണ്, ഖബീറാണ്, സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് എന്ന് പറയുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ പുറമെ വിളിച്ചു തേടുന്നവരെ പറ്റി പോലും, അവരുടെ നിരർത്ഥകതയെ സൂചിപ്പിക്കുന്നിടത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ ഉദാഹരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? ഭൂമിയിലേക്ക് മഴ വർഷിപ്പിക്കുന്നതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? അതിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അത് മുഖാന്തരം എന്തൊക്കെയാണ് മുളപ്പിച്ചിട്ടുള്ളത്, അതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? അല്ലാഹുവിന്റെ പുറമെ ഒരു ആരാധ്യനുണ്ടോ, ഒരു ഇലാഹുണ്ടോ? വിളിച്ചു തേടാൻ ഒക്കെ ചെയ്യിപ്പിക്കുന്ന ലോകങ്ങളുടെ സൃഷ്ടാവാണ്. എല്ലാ മതക്കാരും പറയുന്നു, മഴവെയ്പ്പിക്കുന്ന സർവേശ്വരനാണെന്ന് പറയുന്നു, എല്ലാവരും സമ്മതിക്കുന്നു, ഏത് വിശ്വാസികളും പറയുന്നു, ഏത് വിഭാഗവും പറയുന്നു. എങ്കിലേ വിളിച്ചു തേടാൻ, ആരാധിക്കാൻ, ആശകൾ സമർപ്പിക്കാൻ, ആഗ്രഹങ്ങൾ സമർപ്പിക്കാൻ, നമുക്ക് പ്രതീക്ഷിക്കാൻ അങ്ങനെ ഒരു ഇലാഹുണ്ടോ, അങ്ങനെ ഒരു ആരാധ്യനുണ്ടോ? അവരൊരു വ്യതിചലിച്ചു പോകുന്ന ജനത തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ മഴയെ പറ്റി പറഞ്ഞെടുത്ത് ചിന്തിക്കാൻ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. കേവലം ഒരു ദൃഷ്ടാന്തമല്ല, മറിച്ച് ഉറ്റാലോചിക്കുന്നവർക്ക് അതിലൊക്കെ പാഠമുണ്ടെന്നാണ്. ഇപ്പം നമ്മളൊക്കെ ഈ ഐഹിക ജീവിതത്തിന്റെ പിന്നാലെയാണ്, പൊങ്ങച്ചങ്ങളുടെ പിന്നാലെയാണ്, അതുപോലെ തന്നെ ദൂരത്തിന്റെയും ആർഭാടത്തിന്റെയും മതിവരാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ഭൗതിക വിഭവങ്ങളുടെയും പിന്നാലെയാണ്. അയൽവാസിയായ ഒരു മനുഷ്യൻ നല്ലൊരു കാർ വാങ്ങിയാൽ എനിക്ക് തരക്കേടില്ലാത്തൊരു കാർ ഉണ്ടാക്കും, വന്നാലും അത് ഒഴിവാക്കിക്കൊണ്ട് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വില കൂടിയ ഒരു കാർ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഒരു അയൽവാസിയായ ഒരാളുടെ മകന്റെ കല്യാണം, മക്കളുടെ കല്യാണം നടന്നു, ആർഭാടപൂർവ്വം നടന്നാൽ എന്റേത് ഒരു പരിധിവരെ അതുപോലെങ്കിലും നടക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ഭൗതികമായ വിഭവങ്ങളുടെ പിന്നാലെയാണ് മനുഷ്യൻ. ടൂർ എന്ന് പറഞ്ഞ് നടക്കുകയാണ്, പാക്കേജുകൾ നടക്കുകയാണ്, മനുഷ്യൻ മതി പറഞ്ഞു പോവുകയാണ്. ആരാധനകളില്ലാത്ത 3 ദിവസവും 4 ദിവസമൊക്കെ ടൂർ നടക്കുകയാണ്. വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ സംഗീതാത്മകമായ അടിച്ചു പൊളിക്കുന്ന, അല്ലാഹുവിനെ വിസ്മരിക്കുന്ന, ദുനിയാവിന്റെ പൊങ്ങച്ചത്തിൽ ആണും പെണ്ണും ആടുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മുടെ സമൂഹം പോവുകയാണ്. അവിടെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, അതൊരു ലൈബാണ്, ഒരു കളിയാണ്. വലഹ്വൻ ഒരു വിനോദമാണ്, വസീനത്തുൻ ഒരു അലങ്കാരമാണ്, വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലാണ്, പരസ്പരം പെരുപ്പം കാണിക്കലാണ്, പൊങ്ങച്ചം കാണിക്കലാണ്, ആൾക്കാരുടെ മുന്നിൽ തരക്കേടില്ല എന്ന് തോന്നിക്കലാണ്. അങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പെരുപ്പച്ചം, പൊങ്ങച്ചം, ദുരഭിമാനം അതൊക്കെ കാണിക്കലാണ്.
നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സന്താനങ്ങളിലും കമസലിൽ ഖൈസ്, അത് പേമാരി പോലെയാണ്, മഴയെ പോലെയാണ്. ഐജബൽ കുഫാർ, നല്ല മഴ പെയ്താൽ കർഷകർ അത് ആശ്വസിക്കും. നബാതഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂന ഹുതാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മഴ പെയ്താൽ എവിടെയും കാണാത്ത തരിശു ഭൂമിയിൽ ചെടികളൊക്കെ മുളക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. കർഷകരുടെ അവരുടെ കൃഷി ചെയ്യുന്ന കൃഷി ആവശ്യങ്ങൾക്ക് ചെയ്യുന്ന അവരുടെ കൃഷികൾ അതൊക്കെ ഒരു ഉത്തേജിച്ചായി കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരു വരൾച്ച വന്നാലോ അതൊക്കെ തുരുമായി പോകും. അല്ലെങ്കിൽ നല്ല കാറ്റ് വന്നാൽ അതൊക്കെ തകർന്നു പോകും. അതുപോലെയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രോഗം വന്നു, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു, ആകെ കൊണ്ട് പ്രതീക്ഷ മുഴുവൻ മറ്റുപോകും. ഏതുപോലെ അല്ലാഹു ഉദാഹരിച്ചത് മഴയെ പോലെ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഐഹിക ജീവിതം എന്ന് പറയുന്നത്, ദുനിയാവിയായ ജീവിതം എന്ന് പറയുന്നത് ഒരു വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ അല്ലാഹുവിലേക്ക് താഴ്ന്നു കേൾത്തി മടങ്ങി കൂടുതൽ ശുക്ർ ചെയ്യാൻ, നന്ദി കാണിക്കാനുള്ള ഒരു അവസരമായി അതിനെ മനസ്സിലാക്കുകയും ആ രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, ഈ ശാസ്ത്രം എത്രമാത്രം പുരോഗതി പ്രാപിച്ചിട്ടും ഒരു സുനാമി വരുന്നതിനെ പറ്റിയുള്ളൊരു സൂചന പോലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളക്കരയിലൊക്കെ വന്ന, ജപ്പാനിലൊക്കെ വന്ന സുനാമിയെ പറ്റി നമുക്ക് അറിവുണ്ടായിരുന്നില്ല. ജപ്പാനൊക്കെ ശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റം നിലനിൽക്കുന്ന രാഷ്ട്രമാണെന്നാണ് സാധാരണ അവർ തന്നെ അവകാശപ്പെടുന്നത്. പക്ഷേ ഒരു മാരകമായ സുനാമി വന്നപ്പോൾ അവർ നിസ്സഹായരായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള അത്യന്തമായ അറിവ് ആർക്കാണെന്ന് ചോദിച്ചാൽ ലോകങ്ങളുടെ സൃഷ്ടാവിന് മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത് ശാസ്ത്രം എത്ര ഉത്തംഗതി പ്രാപിച്ച് ഏത് കാലഘട്ടത്തിലായാലും ഈ കാര്യത്തിലൊക്കെ മനുഷ്യന് പിഴവുകൾ സംഭവിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കുള്ള അറിവാണ്, ദൃഢമായ അറിവാണ് മഴ പെയ്യിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അറിവ്. ഗർഭാശയത്തിലുള്ള എന്താണെന്നുള്ള അറിവ്. നാളെ എന്താണ് സംഭവിക്കുന്നത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. നിങ്ങൾ ഏത് ഭൂമിയിൽ ഏത് സമയത്ത് മരിച്ചു വീഴുമെന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അത് ലോകങ്ങളുടെ ഏത് രാഷ്ട്രനായകനായിക്കോട്ടെ, ഏത് ഭൂമിയിൽ ഏത് സമയത്ത് ഏത് സെക്കൻഡിലാണ് മരിച്ചു വീഴുക, അയാളെ കൊണ്ട് നാളെ എന്താണ് സംഭവിക്കുക ഒരാൾക്കും പറയാൻ സാധ്യമല്ല. കാരണം എന്നതുപോലെ ആധുനികമായി മഴയെക്കുറിച്ചുള്ള അറിവ് അത് അല്ലാഹുവിന് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ അറിയാം, സകല ജീവന്റെയും ആരംഭം അത് വെള്ളം കൊണ്ടാണ്. അത് എങ്ങനെയാണ് ശാസ്ത്രം പറയുന്നതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിനിടയ്ക്ക് ഒരു നിരീശ്വരവാദിയായിട്ട് സംസാരിക്കേണ്ടി വന്നപ്പോ ഖുർആനിക തത്വം പറയുമ്പോൾ അത് ശാസ്ത്രമാണെന്ന് പറയും. കാരണം ഖുർആനെ പറ്റി അറിയില്ല, അത് ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം എന്ന് പറയുന്ന നടപ്പിലുള്ള നിലവിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ രൂപം നമുക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് കിട്ടുന്നുണ്ട്. അന്ന് വെച്ച് ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥം എന്നാണെന്നല്ല, മറിച്ച് ശാസ്ത്രത്തിന് എതിരാകുന്ന സംഗതികളൊന്നും അതിലില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഈ ലോകങ്ങൾ മുഴുവനും ഒരേ ഒരു അവസ്ഥയിലായിരുന്നു. എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചത് അത് വെള്ളത്തിൽ നിന്നാണ്. എല്ലാ വസ്തുക്കളും, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും എല്ലാ ജീവനുള്ളതിനെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അതെ, എല്ലാ ജന്തുക്കളെയും സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അത് വെള്ളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പ്രത്യേകത വളരെ കൃത്യമായി
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിളിച്ചു തന്നിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ മഴ കിട്ടാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പോലും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യമായിട്ടും അനുഗ്രഹമായിട്ടുമാണ് മഴ പെയ്യുന്നത്. മഴയെ പറ്റിയുള്ള കൃത്യമായ അറിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത്. ഇതര ശക്തികൾക്കോ ആൾ ദൈവങ്ങൾക്കോ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി കഴിവില്ല. എങ്കിലും കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ പൊളിഞ്ഞ ചരിത്രമാണുള്ളത്. മഴ നിർമ്മിച്ച് ആവശ്യമായ ജലം വിതരണം ചെയ്യാൻ ഒരു ശാസ്ത്രത്തിനും അടിസ്ഥാനപരമായി കഴിവില്ല. കാരണം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് തേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. നമുക്കറിയാം ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ ആദിനോട് അവരോട് പറയുന്നുണ്ട്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, എന്റെ സമുദായമേ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. സുമ്മ തൂബൂ ഇലൈഹി, അവനിലേക്ക് ഖേദിച്ച് മടങ്ങണം, പശ്ചാത്തപിച്ച് മടങ്ങണം. തെറ്റ് ചെയ്യാത്തവരായിട്ട് നമ്മൾ ആരും തന്നെയില്ല. അല്ലാഹുവിലേക്ക് താണുകേണ് മടങ്ങുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസൃതമായി സമൃദ്ധമായി മഴ അയച്ചു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്ത് തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ല, വഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, സമുദായമേ, സമൂഹമേ, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യും, അവൻ നിങ്ങൾക്ക് മഴ അയച്ചു തരുക തന്നെ ചെയ്യും. യുർസിലുസ് സമാ അലൈക്കും മിദ്റാറ, മഴ സമൃദ്ധമായി അയച്ചു തരും. അവൻ നിങ്ങളുടെ സമ്പത്തിനെയും മറ്റും പോഷിപ്പിക്കും, സന്താനങ്ങളൊക്കെ പോഷിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അല്ലാഹുവിനോട് താണുകേട് മടങ്ങുക, പശ്ചാത്തപിക്കുക. മഴ വരാനുള്ള ഒരു വഴിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ അവരോട് നന്ദി കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അഫറൈതുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കൊടും ചൂടിൽ ചിലരുടെ കിണറിലേക്ക് കലക്ക് വെള്ളമുണ്ടായ അവസ്ഥയുണ്ടായി. കുടിക്കാൻ വേണ്ടി വെള്ളത്തിന് വേണ്ടി അവർ നെട്ടോട്ടം ഓടി. അയൽവക്കത്ത് പോകുമ്പോൾ അവിടെയും കലക്ക് വെള്ളം, വേറെ വെള്ളം വാങ്ങേണ്ടി വന്നു. അല്ലെങ്കിൽ ദൂരെ നിൽക്കുന്ന വണ്ടിയിലൊക്കെ വെള്ളം കൊണ്ടുവരേണ്ടി വന്നു. കുടിക്കാനുള്ള വെള്ളം അലക്കാൻ വേണ്ടി പറ്റുന്നില്ല, കുടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് അല്ലാഹു പറയാം, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നാമാണ് ഇറക്കിയത്, നിങ്ങളാണ് ഇറക്കിയത്. ഏതെങ്കിലും സൃഷ്ടിയുടെ രാജാവിന്റെ കഴിവാണോ? ഏതെങ്കിലും ശാസ്ത്രകാരന്റെ കഴിവാണോ? ഏതെങ്കിലും മറ്റുള്ള വ്യക്തികളുടെയോ പ്രഭവങ്ങളുടെയോ കഴിവാണോ? അല്ലെങ്കിൽ നാമാണോ അതിനെ ഇറക്കിയത്? നാം ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഉപ്പുവെള്ളമാക്കുമായിരുന്നു. നിങ്ങൾ തീർച്ചയായും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹുവിനോട് നന്ദി കാണിക്കുക. അതുപോലെ പറഞ്ഞ നിലപാടുകൾ ഉറച്ചു നിൽക്കുക. എന്താണോ നമ്മൾ പഠിച്ച സത്യം, ആ മാർഗത്തിൽ അവർ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ, തൗഹീദ് മനസ്സിലാക്കിയതിൽ ഉറച്ചു നിൽക്കുക, സുന്നത്ത് മനസ്സിലാക്കിയതിൽ ഉറച്ചു നിൽക്കുക, വിദേഹത്ത് മനസ്സിലാക്കി വിദേഹത്തുകൾ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. ഏതൊക്കെ ഖുറാഫാത്തുകളുണ്ടോ, പുതിയ പുതിയ ആചാരങ്ങളുണ്ടോ, അനാചാരങ്ങളുണ്ടോ, മനുഷ്യനെ വെറുപ്പിക്കുന്ന മണ്ടിപ്പിക്കുന്ന പൊങ്ങച്ച വസ്തുക്കളുണ്ടോ, കാര്യങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അവർ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ധാരാളമായി വെള്ളം കുടിക്കാൻ അവർക്ക് നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കസ്സബൂ ഫഅഖദ്നാകും ബിമാ കാനൂ യക്സിബൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തീർച്ചയായും ആ നാട്ടുകാർ വിശ്വസിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തിൽ നിന്ന് മഴ അവർക്ക് സമൃദ്ധമായി പെയ്യിപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ശിക്ഷയാകുന്ന മഴയെ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. ശിക്ഷയാകുന്ന മഴ, അതാണ് സുനാമി, മറ്റുള്ള പ്രശ്നങ്ങൾ. അല്ലാഹു പറഞ്ഞു, താക്കീത് നൽകപ്പെട്ടവർക്ക് ലഭിച്ച ആ മഴ എത്ര കഠിനമാണ്. അല്ലാഹു പറയാൻ എന്താണ് അതിന്റെ പോംവഴി? അതിനെപ്പറ്റിയുള്ള പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടു. അല്ലാഹു ഉപകാരപ്രദമുള്ള, സുഖപ്രദമുള്ള, ആരോഗ്യപ്രദമായ മഴ നമ്മൾക്ക് പെയ്യിപ്പിക്കണമേ. ഉപകാരപ്രദമായ, ഉപകാരപ്രദം, ഉപദ്രവമില്ലാത്ത, ഉപദ്രവിക്കപ്പെടാത്ത, നമുക്ക് വിഷമമില്ലാത്ത മഴ പെയ്യിപ്പിക്കണമേ. ആജിൽ, കാലതാമസമില്ലാത്ത ഉടനെ നീ പെയ്യിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു.
വിധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതേത് ദൃഷ്ടാന്തങ്ങളുണ്ടോ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഗ്രഹിക്കുകയും അല്ലാഹുവിലേക്ക് കൂടുതൽ നന്ദി ചെയ്ത് അവനിലേക്ക് മടങ്ങാനുള്ള ഒരു അവസ്ഥ വിശേഷമായ അത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കി കൂടുതൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുകയും അല്ലാഹുവിലേക്ക് പ്രാർത്ഥനകൾ ധാരാളം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കാം. തൗഹീദിനെ കുറിച്ച് പഠിക്കാം. പലപ്പോഴും പറയാറുണ്ട്, ഞാനും നിങ്ങളൊക്കെ മുസ്ലിങ്ങളായത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ്. ഷിയാ കുടുംബത്തിൽ ജനിച്ചവൻ ഷിയാക്കറിനായി, തെബിലി കുടുംബത്തിൽ ജനിച്ചവൻ തെബിലിയായി, കാദിയാനി കുടുംബത്തിൽ ജനിച്ചവൻ കാദിയാനിയായി, ബറേൽവി കുടുംബത്തിൽ ജനിച്ചവൻ ബറേൽവിയായി, മുജാഹിദ് ജമാഅത്ത് കുടുംബങ്ങളിൽ ജനിച്ചവർ അവരായി. അങ്ങനെയല്ല. വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് പഠിക്കണം. മൻഹജു സലഫിനെ കുറിച്ച് പഠിക്കണം. പൂർവികരുടെ ഒരു മാർഗമുണ്ട്, അതാണ് മൻഹജു സലഫ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നമ്മുടെ നേരായ പാന്താവിലേക്ക് നയിക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഇന്ന ഗ്രൂപ്പിലാക്കണം, ഇന്ന കക്ഷിയിലാക്കണം, ഇന്ന സംഘടനയിലാക്കണം എന്നല്ല, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. അവർ കഴിഞ്ഞു പോയവരാണ്, പൂർവികരാണ്, സലഫുകളാണ്, മുൻകടന്നു പോയവരാണ്. അവരുടെ മാർഗമുണ്ട്. ആ മാർഗത്തെ കുറിച്ച് പഠിക്കാം, അതിൽ ഉറച്ചു നിൽക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് പഠിക്കാം. ഏതൊക്കെ വിധത്തിലുണ്ടോ അത് വെടിഞ്ഞുകൊണ്ട് ജീവിക്കാം. പലിശ ഇടപാടുകളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ജീവിക്കാം. സംഗീതം, സിനിമ, സീരിയൽ, റീൽസുകൾ, ജീവിതത്തിന്റെ സമയത്തെ കൊല്ലുന്ന മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗങ്ങൾ, ഇതൊക്കെയും ഒഴിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഖാമത്തിന് വേണ്ടിയും ഇഖ്ലാസിന് വേണ്ടിയും പ്രതിഫലിക്കും വേണ്ടിയും അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സമൃദ്ധമായ മഴ നമുക്ക് നീ ചൊരിഞ്ഞു നൽകണമേ. വിഷമമില്ലാത്ത, പ്രയാസപ്പെടുത്താത്ത, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മഴ നീ വർഷിപ്പിക്കണമേ. അല്ലാഹുവേ, നമ്മളിൽ നിന്നുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, വിഷമം ലഭിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും നീ ആശ്വാസം നൽകണമേ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാരാരോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മക്കൾക്കും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മുഷിപ്പുണ്ടാക്കുന്ന, ജീവിതത്തിന്റെ പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് ഞങ്ങൾ നിന്നോട് അഭയം ചോദിക്കുകയാണ്. ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം യഖീനോട് കൂടി, ദൃഢതയോട് കൂടി, നിസ്കാരം നിലനിർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഭരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ വിധിയും മാറ്റി തീർക്കണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് യഫ്അലു മാ യുരീദ് اللهم أنت الله لا إله إلا الله لا إله إلا أنت الغني ونحن الفقراء أنزل علينا الغيث واجعل